ജർമ്മനിയിലെ ബവേറിയ സ്റ്റേറ്റിലൂടെയുള്ള ദീർഘമായ സഞ്ചാരത്തിലാണ് ഞാൻ. ആൽപ്സിന്റെ വടക്കുഭാഗത്തുള്ള സുന്ദരമായ ജർമ്മൻ സ്റ്റേറ്റാണ് ബവേറിയ. മ്യൂണിക്കിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. മ്യൂണിക്കിൽ വസിക്കുന്ന കസിൻ ബ്രദർ ബിനുവുമുണ്ട് കൂടെ. ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാൻ മ്യൂണിക്കിൽ വന്നിറങ്ങിയത്. ബിനുവിന്റെ വീട്ടിലായിരുന്നു രാത്രി താമസം. ബിനുവാണ് ഇന്ന് ആൽപ്സിന്റെ താഴ്വരകളിലൂടെ എന്നെ കൊണ്ടുപോകുന്നത്. അതിസുന്ദരമായ ഗ്രാമങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇനി ആൽപ്സിലെ ഒബർസാൽസ്ബർഗ് എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ബെർച്ച്ഡസ് ഗാർഡൻ എന്ന സവിശേഷ പ്രദേശവും സന്ദർശിക്കണം. അകലെ കാണുന്നത് സ്റ്റൗഫൻബർഗ് കാസിലാണ്. 12ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കാസിലാണത്. ഈ പ്രദേശത്തിന്റെ അധിപരായിരുന്ന സീഗൻഹെയിൻ പ്രഭുകുടുംബത്തിന്റെ വസതിയായിരുന്നു സ്റ്റൗഫൻബർഗ് കാസിൽ. സലാഷ് നദിയാണ് ഇത്. മനം കവരുന്ന പ്രകൃതി സൗന്ദര്യം. പുല്ല് വെട്ടിയൊരുക്കി വെച്ചിരിക്കുന്ന മേടുകൾ. മറ്റു ഭാഗങ്ങൾ വനമായി നിലനിർത്തിയിരിക്കുകയാണ്. കുറേ ദൂരം വനത്തിലൂടെയാണ് യാത്ര. ബാഡ് റെയ്ഹൻഹാൾ എന്ന പട്ടണത്തിന്റെ പ്രാന്തപ്രദേശമാണിത്. ഈ പ്രദേശങ്ങൾക്കെല്ലാം ദീർഘമായ ചരിത്രം തന്നെയുണ്ട്. 2ാം ലോകമഹായുദ്ധകാലത്തെ സംഭവങ്ങളാണ് അതിൽ മുന്നിട്ടു നിൽക്കുന്നത്. 1945 ഏപ്രിലിൽ സഖ്യകക്ഷികൾ ഇവിടുത്തെ ജനവാസ കേന്ദ്രങ്ങളിൽ കനത്ത ബോംബാക്രമണം നടത്തിയിരുന്നു. 200-ലധികം പേർ അന്ന് കൊല്ലപ്പെടുകയും ചെയ്തു. ഇന്ന് ഒരു സ്പാ ടൗണാണ് ബാഡ് റെയ്ഹൻഹാൾ. ആൽപ്സിന്റെ മുകളിലേക്ക് സ്കീയിങ്ങിനും മറ്റും പോകുന്നവരുടെ ഒരു ബേസ് സ്റ്റേഷൻ കൂടിയാണ് ഇവിടം. പ്രകൃതിയെ വളരെ സ്വച്ഛവും സുന്ദരവുമായി സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നു. വനത്തെ വനമായി തന്നെ നിലനിർത്തുന്നു. ആ പച്ചപ്പിനെ മറയ്ക്കുന്ന ബോർഡും ബാനറുമൊന്നും എവിടെയുമില്ല. പാതയോരങ്ങളിൽ കടലാസും പ്ലാസ്റ്റിക് കൂടുകളും ചിതറിക്കിടക്കുന്നില്ല. റോഡിന്റെ അടയാളങ്ങൾ മാത്രമാണ് വഴിയിലുള്ളത്. ഇതിങ്ങനെ കാണുമ്പോൾ കൊതി തോന്നും. പ്രകൃതിയുടെയും മനുഷ്യൻ ഒരുക്കിയ അടിസ്ഥാന സൗകര്യങ്ങളുടെയും മനോഹരമായൊരു മിശ്രണം. പ്രകൃതി സംരക്ഷണത്തിന് അതീവ പ്രാധാന്യം നൽകുന്ന നാടാണ് ജർമ്മനി. ആൽപ്സ് മേഖലയുടെ സംരക്ഷണത്തിന് പ്രത്യേകമായ പദ്ധതികൾ തന്നെയുണ്ട്. 2001 ആൽപൈൻ ടൗൺ ഓഫ് ദി ഇയറായി തെരഞ്ഞെടുക്കപ്പെട്ട പട്ടണമാണ് ബാഡ് റെയ്ഹൻഹാൾ. കൗതുകകരമായ ഒരു കാര്യം, 1945 മുതൽ 1948 വരെയുള്ള കാലം ഈ പ്രദേശമെല്ലാം അമേരിക്കൻ ഭരണത്തിലായിരുന്നു എന്നതാണ്. അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർക്കായിരുന്നു ഭരണത്തിന്റെ ചുമതല. ധാരാളം ചെറു ഹോട്ടലുകളും ഹോം സ്റ്റേകളുമുണ്ട് ഈ പ്രദേശത്ത്. മഞ്ഞുകാല വിനോദങ്ങളുടെ ബേസ് സ്റ്റേഷനാണ് ആൽപ്സിന്റെ ഈ വടക്കൻ ചെരിവ്. അതിങ്ങനെ കാണാൻ തന്നെ ഒരു ചേലാണ്. പുൽമേടിനെ അതിരിട്ട് മരനിര. അതിനപ്പുറം ആൽപ്സിലെ മലനിരകൾ. പുൽമേട് കഴിയുന്നതോടെ നിബിഡവനങ്ങൾ കണ്ടു തുടങ്ങുന്നു. പ്രകൃതിയോട് ചേർന്നു നിൽക്കും വിധമാണ് ഇവിടെ ഏതു നിർമ്മിതിയും ഉണ്ടാക്കുക. കോൺക്രീറ്റിന്റെ ചതുരപ്പെട്ടികൾ എങ്ങും കാണില്ല. വനത്തിന് തന്നെയുണ്ട് ഒരു സ്വച്ഛത. മനുഷ്യർ അതിനകത്തേക്ക് അനാവശ്യമായി ഇറങ്ങുന്നില്ല. മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നില്ല. ബാനറുകൾ വലിച്ചു കെട്ടുന്നില്ല. നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ പ്രകൃതിയെ ഈ വിധമാണ് സംരക്ഷിക്കേണ്ടത്. ഇതൊക്കെ കണ്ടിട്ടാണ് യൂറോപ്യൻ സഞ്ചാരികൾ പശ്ചിമഘട്ടം കാണാൻ വരുന്നതെന്ന് ഓർക്കുകയും വേണം. അതിസുന്ദരമായ ബവേറിയൻ പ്രദേശങ്ങൾ. അങ്ങകലെയുള്ള ഒരു മലമുകളിലേക്ക് കേബിൾ കാർ സംവിധാനം നീണ്ടുപോകുന്നുണ്ട്. സ്കീയിങ്ങിന് പോകുന്നവർക്കുള്ള സംവിധാനമാണ്. വനത്തിനുള്ളിലൂടെയാണ് കുറേ ദൂരം പോകുന്നത്. പണ്ട് ധാരാളം ഉപ്പുഖനികൾ ഉണ്ടായിരുന്ന മേഖലയാണിത്. മല തുറന്ന് പാറകളിൽ നിന്നും ഉപ്പ് പൊട്ടിച്ചെടുത്തിരുന്നിടം. അതിന്റെ പല കമ്പനികളും ഇവിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇക്കാണുന്ന സലൈൻ അത്തരമൊരു കമ്പനിയാണ്. ബാഡ് റെയ്ഹൻഹാൾ പട്ടണത്തിന്റെ ഒരു ഭാഗമാണിത്. മഞ്ഞുകാലത്ത് ഈ താഴ്വാരങ്ങളുമെല്ലാം ഹിമം മൂടി കിടക്കുകയായിരിക്കും. പുരാതനമായ കൽക്കെട്ടിടങ്ങൾക്ക് ചെരിഞ്ഞ മേൽക്കൂരയാണ്. ബാഡ് റെയ്ഹൻഹാൾ പട്ടണത്തിന്റെ ഒരു ഭാഗമാണിത്.
അവിടെ ഒന്ന് വണ്ടി നിർത്താൻ പറഞ്ഞു. കാറിൽ നിന്നും ഇറങ്ങി. സെന്റ് നിക്കോളാവൂസ് ചർച്ച് 12-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച പള്ളിയാണ്. പലതവണ തകരുകയും പുതുക്കിപ്പണിയുകയും ചെയ്ത പള്ളി. ഇന്നൊരു ഞായറാഴ്ചയാണെങ്കിലും വിശ്വാസികളുടെ തിരക്കൊന്നും കാണുന്നില്ല. ഇവിടമൊക്കെ ടൂറിസ്റ്റുകൾ ധാരാളമായി എത്തുന്ന സ്ഥലങ്ങളാണ്. നടന്നു പോകുന്ന 1-2 ഗ്രാമീണർ. പള്ളിയുടെ ഒരു നോട്ടീസ് ബോർഡ്. വൈദികന്റെ വാസയിടവും ഓഫീസുമൊക്കെ ആയിരിക്കാം ഇത്. വീണ്ടും മുന്നോട്ട് നടന്നു. ബാഡ് റേഹൻഹാൾ പട്ടണത്തിന്റെ ഒരു പ്രാന്തഭാഗമെന്ന് പറയാം. ഇവിടെ നിൽക്കുമ്പോൾ മലമുകളിലേക്ക് നീണ്ടുപോകുന്ന കേബിൾ കാർ കാണാം. സ്കീയിങ്ങിനെത്തുന്ന ആളുകളെ പർവ്വതമുകളിലേക്ക് കൊണ്ടുപോകുന്ന കേബിൾ കാറാണ്. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടാവാം കേബിൾ കാറുകൾ നീങ്ങുന്നത് കാണുന്നില്ല. അതിന്റെ സ്റ്റേഷനാണ് ഏറ്റവും മുകളിൽ കാണുന്നത്. ഇതാണ് ബാഡ് റേഹൻഹാളിലെ സെന്റ് നിക്കോളാവൂസ് ചർച്ച്. സ്യൂട്ട് ധരിച്ച് സൈക്കിൾ ചവിട്ടിപ്പോകാൻ ഇവിടുത്തുകാർക്ക് നാണമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഈ വിധം സ്യൂട്ട് അണിഞ്ഞ ഒരാൾ സൈക്കിൾ ചവിട്ടി പട്ടണത്തിലൂടെ പോകുമോ? പള്ളിയുടെ സമീപം തന്നെയാണ് ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. 1515 ഒരു അഗ്നിബാധയിൽ പൂർണ്ണമായി തകർന്ന ശേഷം നൂറ്റാണ്ടുകളോളം ഈ പള്ളി പുനരുദ്ധരിച്ചിരുന്നില്ല. പിന്നീട് 1860-ലാണ് ഇന്ന് കാണുന്ന വിധം ഇത് നിർമ്മിച്ചത്. 2-ാം ലോകമഹായുദ്ധകാലത്ത് നാസി സൈന്യത്തിന്റെ ഒരു ബാരക്ക് ഉണ്ടായിരുന്ന പ്രദേശമാണിത്. അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളുടെ കനത്ത ബോംബാക്രമണമാണ് അന്ന് ബാഡ് റേഹൻഹാൾ നേരിട്ടത്. ഇവിടെ അധിക സമയം ചെലവഴിക്കാനില്ല. ഞങ്ങൾ യാത്ര തുടർന്നു. കുറെ വനപ്രദേശങ്ങൾ കടന്നുള്ള യാത്രയാണിത്. മലകയറ്റം തുടരുകയാണ്. വലതുവശത്തുകൂടി റെയിൽ പാളമുണ്ട്. അതിന് സമാന്തരമായാണ് യാത്ര. പർവ്വതച്ചെരുവിൽ അതിസുന്ദരമായ കാഴ്ചയാണ്. കാൽപ്പനിക ഛായയുള്ള ഗ്രാമങ്ങൾ. ബൈറിഷ് ജിമെയിൻ എന്ന പ്രദേശമാണിത്. ബവേറിയൻ ആൽപ്സിലെ ചെറിയൊരു മുനിസിപ്പാലിറ്റിയാണ് ബൈറിഷ് ജിമെയിൻ. 3000-ഓളം ആളുകൾ വസിക്കുന്ന മുനിസിപ്പാലിറ്റി. ഇവിടെയും ധാരാളം ഹോട്ടലുകളും ഹോം സ്റ്റേകളുമൊക്കെയുണ്ട്. 11 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് മുനിസിപ്പാലിറ്റിയുടെ വിസ്തൃതി. ഇവിടുത്തെ വീടുകൾ ശ്രദ്ധിക്കുക. ചതുരപ്പെട്ടി പോലുള്ള ഒരു വീടുമില്ല. ചെരിഞ്ഞ മേൽക്കൂരയോട് കൂടിയ ട്രഡീഷണൽ ശൈലിയിലുള്ള വീടുകൾ. മിക്കവാറും മുകൾ നില മരം കൊണ്ട് പണിതതാണ്. വീടുകളുടെ രൂപം ശരിക്കും പ്രകൃതിയുമായി ചേർന്നു നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകൾ പ്രത്യേകമായൊരു ഫീൽ നൽകുന്നു. ബൈറിഷ് ജിമെയിനിലെ ദേവാലയത്തിൽ എന്തോ ചടങ്ങ് നടക്കുകയാണ്. അതിനു വന്ന ആളുകളുടെ വാഹനങ്ങൾ നിരന്നുകിടക്കുന്നു. ഫയർഫോഴ്സ് ഉൾപ്പെടെ സ്ഥലത്തുണ്ട്. വഴിയോരത്ത് പൂച്ചെടികൾ വച്ചുപിടിപ്പിച്ചിരിക്കുന്നതൊക്കെ രസകരമാണ്. പ്രകൃതി കൂടുതൽ സുന്ദരമാകുന്നു. ബൈറിഷ് ജിമൈൻ പ്രദേശം പിന്നിലായിക്കഴിഞ്ഞു. മറ്റൊരു ജനവാസ പ്രദേശത്തേക്കെത്തുന്നു. ഇങ്ങനെ ശാസ്ത്രീയമായി രൂപപ്പെടുത്താവുന്ന ഇടങ്ങൾ തന്നെയാണ് കേരളത്തിലെ മൂന്നാറും ഹൈറേഞ്ച് മേഖലയുമെല്ലാം. വെറും 10 കൊല്ലം കൊണ്ട് ആ പ്രദേശങ്ങളെ ഈ വിധം സുന്ദരമാക്കി എടുക്കാവുന്നതേയുള്ളൂ. ഭംഗിയില്ലാത്ത കെട്ടിടങ്ങൾ ഇടിച്ചു പൊളിച്ചു കളയേണ്ട കാര്യമില്ല. അതിനെ റീമോഡൽ ചെയ്ത് ഭംഗിയാക്കാവുന്നതേയുള്ളൂ. നല്ല ഭാവനയുള്ള ആർക്കിടെക്റ്റുകൾക്ക് അത് ചെയ്യാൻ കഴിയും. കെട്ടിടങ്ങളുടെ അഭംഗിയുള്ള ഭാഗം കളഞ്ഞും കവർ ചെയ്തും റീഡിസൈൻ ചെയ്ത് സുന്ദരമാക്കാം. അത്തരമൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുകയും ലാൻഡ്സ്കേപ്പിംഗ് നടത്തുകയും ചെയ്താൽ ഈ ആൽപൈൻ ഗ്രാമത്തിലൂടെ പോകുന്ന അനുഭവം തന്നെയായിരിക്കും മൂന്നാറും സമ്മാനിക്കുക. കാർ ഒരു വനപ്രദേശത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ബിഷോപ്സ് വീസ്നർ എന്ന വനപ്രദേശമാണ്. ആൽപ്സിന്റെ ചെരുവിലെ വലിയൊരു വനപ്രദേശം. ഈ വനത്തിനുള്ളിൽ ബിഷോപ്സ് വീസൻ എന്നൊരു ജനവാസ കേന്ദ്രവുമുണ്ട്. ഒരു മുനിസിപ്പാലിറ്റിയാണ് അതും. ഞാൻ ഈ സഞ്ചരിക്കുന്നതിന്റെ 1 മാസം കൂടി കഴിഞ്ഞാൽ ഈ പച്ചപ്പ് ഇങ്ങനെ കാണാനാവില്ല. മരങ്ങളിൽ ഇലകളെല്ലാം പഴുത്തു നിൽക്കുകയാവും.
ഈ മലമ്പ്രദേശത്തു കൂടിയും റെയിൽവേ ലൈനുണ്ട്. ഇതുവഴിയുള്ള ട്രെയിൻ യാത്രയും അതീവ രസകരമായിരിക്കുമെന്ന് തോന്നി. ഇതെല്ലാം ബിഷോഫ്സ് വീസ്നർ പ്രദേശം തന്നെയാണ്. ബിഷപ്പിന്റെ ഗ്രൗണ്ട് എന്നാണ് ബിഷോഫ്സ് വീസ്നർ എന്ന ജർമ്മൻ വാക്കിന്റെ അർത്ഥം. മലകൾക്കിടയിൽ സമതലം പോലെ ഒരു ഭാഗം, നിരന്ന പുൽമേട്, അതിൽ അങ്ങിങ്ങായി മനോഹരമായ വീടുകൾ. മേടുകളിൽ പശുക്കൾ മേഞ്ഞു നടക്കുന്നു. സ്വിറ്റ്സർലൻഡിലേതുപോലെ തന്നെ കാൽപ്പനിക ഭംഗിയുള്ള ഗ്രാമങ്ങളാണ് ഓരോന്നും. പർവ്വതപാർശ്വങ്ങളിൽ പൈൻ മരങ്ങൾ ഇടതൂർന്നു വളരുന്നു. കർഷക ഭവനങ്ങൾ. മിക്ക വീടിന്റെയും ഒരു ഭാഗം ഇപ്പോൾ ടൂറിസ്റ്റുകൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഫാം ടൂറിസമാണ് ഇവിടെയൊക്കെ ഉള്ളത്. ആൽപ്സിലെ മരങ്ങൾ അസംസ്കൃത വസ്തുവാക്കുന്ന ചില ഫാക്ടറികളും ഈ പ്രദേശത്തുണ്ട്. അങ്ങകലെ മഞ്ഞിന്റെ മേലാപ്പണിഞ്ഞ ഒരു പർവ്വതമുടി കാണാം. റെസ്റ്റോറന്റുകളും ചെറു ഹോട്ടലുകളും ലോഡ്ജുകളുമെല്ലാമുള്ള പ്രദേശം. ഇവിടം ഒരു ഫോട്ടോ പോയിന്റാണ്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. 34 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള മുനിസിപ്പാലിറ്റിയാണ് ബിഷോഫ്സ് വീസ്നർ. അപ്പാർട്ട്മെന്റുകൾ, ഒരു പള്ളി എന്നിവയൊക്കെ കാഴ്ചയിലുണ്ട്. അതിസുന്ദരമായ ഭൂപ്രദേശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വെയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഗംഭീരമായ ദൃശ്യങ്ങൾ കിട്ടിയേനെ. പാതയ്ക്ക് സമാന്തരമായി വലതുവശത്തുകൂടി റെയിൽ പാളം നീണ്ടുപോകുന്നു. ബവേറിയൻ ആൽപ്സിന്റെ ഇത്തരം പ്രദേശങ്ങളെല്ലാം ടൂറിസത്തിന്റെ വലിയ കേന്ദ്രങ്ങളാണ്. വലിയ ഹോട്ടലുകൾ വരെ ഇവിടങ്ങളിലുണ്ട്. ഒരു പള്ളി ഏതു ഗ്രാമത്തിലും കാണാം. ഇവിടുത്തെ പള്ളികളുടെ രൂപത്തിനുമുണ്ട് പ്രത്യേകത. ഓരോ കെട്ടിടവും വീടും അവയുടെ പരിസരവുമെല്ലാം ഭംഗിയോടെ പരിപാലിക്കുന്നു. സമാനതയുള്ള ഒരു ശൈലിയിലാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പാരമ്പര്യം വിട്ടുള്ള നിർമ്മിതികളൊന്നും എവിടെയും കാണില്ല. അത് ബവേറിയക്കാരുടെ ഒരു സവിശേഷതയാണ്. എന്തു കാര്യത്തിലും പാരമ്പര്യത്തെ കൂട്ടുപിടിക്കുന്നവരാണ് ഇന്നാട്ടുകാർ. ബിഷോഫ്സ് വീസ്നർ പ്രദേശം പിന്നിട്ടിരിക്കുന്നു. മലകയറ്റം തുടരുകയാണ്. വീണ്ടും ഉയരങ്ങളിലേക്കാണ് പോകുന്നത്. ചില വീടുകളുടെ രൂപം അതീവ രസകരമാണ്. താഴത്തെ നില കല്ലുകൊണ്ട് നിർമ്മിച്ചതാണെങ്കിൽ അതിന്റെ മുകൾ നില മിക്കവാറും മരം കൊണ്ടുള്ളതായിരിക്കും. കുറെ കൂടി മുന്നോട്ട് ചെന്നാൽ കൂടുതൽ സുന്ദരമായ ഭൂപ്രദേശങ്ങളിലേക്കാണ് എത്തുന്നത്. വളരെ സ്വച്ഛവും സുന്ദരവുമാണ് ഇത്തരം ഗ്രാമങ്ങളിലെ ജീവിതം. വിശാലമായ പുൽമേടുകളിൽ പശുക്കൾ മേയുന്നു. പശുക്കളും പുല്ലുവെട്ടുന്ന യന്ത്രങ്ങളും ചേർന്നാണ് ആ മേടുകൾക്ക് അങ്ങനെയൊരു സൗന്ദര്യം നൽകിയിരിക്കുന്നത്. നൂറുകണക്കിന് ഏക്കർ വിസ്തൃതിയിൽ മലഞ്ചെരുവിൽ പുൽമേടാണ്. മറ്റൊരിടത്തെത്തിയപ്പോൾ കാർ നിർത്താൻ ഞാൻ പറഞ്ഞു. റെയ്റ്റ്വെഗ്, അതിസുന്ദരമായ ഒരു ഗ്രാമം. ഗ്രാമത്തിലേക്ക് ഒന്ന് നടന്നു പോയാൽ കൊള്ളാമെന്നുണ്ട്. ഇവിടെ കുറെ ഫാം സ്റ്റേകളുണ്ട്. ഫാം ഹൗസുകളിൽ താമസമൊരുക്കിയിരിക്കുന്ന ഇടങ്ങൾ. ഹൈക്കിങ്ങിനും മൗണ്ടൻ ബൈക്കിങ്ങിനും സ്കീയിങ്ങിനും ഇവിടെ നിന്ന് പോകാനുള്ള റൂട്ടുകളുണ്ട്. ചിലർ സൈക്കിളുമായി പോകുന്നു. ചിലർ മല കയറാനായി പോകുന്നു. അവർ ഗ്രാമത്തിലൂടെ അങ്ങുമിങ്ങും പോകുന്നത് കാണാം. സ്വച്ഛസുന്ദരമായ ഒരു ഗ്രാമം. അങ്ങ് താഴെ അക്കാണുന്നത് ഒബർ റെയ്ത്ലേഹൻ എന്ന ഗസ്റ്റ് ഹൗസാണ്. ചെരുവിൽ കാടിന്റെ ഓരത്ത് മനോഹരമായ ഒരു പ്രദേശത്താണ് അതിന്റെ സ്ഥാനം. അവിടേക്ക് ഒന്ന് വണ്ടി വിടാൻ ഞാൻ ബിനുവിനോട് പറഞ്ഞു. ഗസ്റ്റ് ഹൗസ് ആയതുകൊണ്ട് പുറത്തുനിന്നുള്ള ആളുകൾക്ക് പ്രവേശനമുണ്ടാകുമല്ലോ. ഗ്രാമത്തിലെ മറ്റു വീടുകളിലേക്കൊന്നും പുറമേ നിന്നുള്ളവർക്ക് നേരെ കടന്നു ചെല്ലാനാവില്ല. പുൽമേടിനെ അതിരിട്ട് ചരടുകൊണ്ട് കെട്ടിയ വേലി. അതിനകത്ത് മേഞ്ഞു നടക്കുന്ന പശുക്കൾ. പശുക്കളെ തടഞ്ഞു നിർത്താൻ ഈ ചരട് മതി. അത് പൊട്ടിച്ച് അവ പുറത്തു കടക്കില്ല. അതിമനോഹരമായി ഒരുക്കിയിട്ടിരിക്കുന്ന ഗസ്റ്റ് ഹൗസ്.
ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വന്ന് താമസിക്കാം. പൂച്ചെടികളും മരം കൊണ്ടുള്ള കെട്ടിടങ്ങളുമെല്ലാം സവിശേഷമായ ഒരു ഭാവം പകരുന്നുണ്ട്. ദിവസങ്ങളോളം ഈ മരക്കെട്ടിടങ്ങളിൽ താമസിക്കാം. പക്ഷേ ഗസ്റ്റ് ഹൗസിന്റെ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഒരു ഭാഗത്ത് മരം കൊണ്ട് പണിത ഒരു ഗ്യാരേജ്, അതിൽ ഏതാനും കാറുകൾ കിടപ്പുണ്ട്. ഈ ഭൂമിയിൽ തന്നെയാണോ എന്ന് സംശയിച്ചു പോകും മട്ടിലുള്ള ഒരു ഗ്രാമം. ഇങ്ങനെയാണ് ജർമ്മനിയുടെ ഉൾനാടൻ ഗ്രാമങ്ങൾ. എല്ലാം വൃത്തിയോടെയും ഭംഗിയോടെയും സജ്ജീകരിച്ചിരിക്കുന്നു. ആരും ഇവിടെ കുറച്ചു ദിവസം താമസിക്കാൻ ആഗ്രഹിച്ചു പോകും. ഇതുപോലെയാണ് നമ്മുടെ മൂന്നാറിലെയും മറ്റും ഹോം സ്റ്റേകൾ സജ്ജമാക്കേണ്ടത്. പ്രകൃതിയും കെട്ടിടവും ഇങ്ങനെ വേണം. മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. കെട്ടിടങ്ങളുടെ താഴെ ഭാഗം കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്, മുകൾ ഭാഗം മരം കൊണ്ടും. ബവേറിയൻ പാരമ്പര്യ ശൈലിയെ വിട്ടുകളയാതെയുള്ള നിർമ്മിതികൾ. ഓരോ കെട്ടിടത്തിലും 8-10 മുറികളുണ്ടാകും. അതിൽ ടൂറിസ്റ്റുകൾക്ക് വന്ന് താമസിക്കാം. 65 യൂറോ മുതൽ 125 യൂറോ വരെ ദിവസവാടകയുള്ള മുറികൾ ഇവിടെയുണ്ട്. അതായത് 10,000 രൂപ വരെ ദിവസവാടകയുള്ള മുറികൾ. ഞാൻ ആ പരിസരത്തു കൂടി ഒന്ന് നടന്നു. ഇതിന്റെ ഉടമസ്ഥനെ കണ്ടുകിട്ടിയാൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമെന്ന ചിന്തയോടെയാണ് നടത്തം. പക്ഷേ ആരെയും കാണുന്നില്ല. 3-4 കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സ് ആണിത്. ഒറ്റയാളുടെ വീടായിരിക്കാം. ഇതിന്റെ ഒരു ഭാഗത്ത് ഉടമസ്ഥനും കുടുംബവും താമസിക്കുന്നുമുണ്ടാകാം. സ്കീയിങ് സീസണിൽ എല്ലാ ദിവസവും അതിഥികളുണ്ടാകുന്ന ഒരു ഹോം സ്റ്റേ ആണിത്. ഹൈക്കിങ്ങിനും മൗണ്ടൻ ബൈക്കിങ്ങിനും സ്കീയിങ്ങിനുമായി വരുന്നവർ തമ്പടിക്കുന്ന ഒരിടം. ഇവിടെ നിന്നും ആൽപ്സിന്റെ ചെരുവിലൂടെ ഹൈക്കിംഗ് ട്രെയിലുകളും സൈക്കിൾ പാത്തുകളുമുണ്ട്. ഞാൻ ആ പുരയിടത്തിലേക്കൊന്നിറങ്ങി, പുൽമേട്ടിലേക്ക്. പുല്ല് തിന്ന് മടുത്ത് വിശ്രമിക്കുകയാണ് മെഴുത്ത പശുക്കൾ. പച്ചപ്പുല്ലിന്റെ തളിരാണല്ലോ ഭക്ഷണം. 40 ലിറ്റർ വരെ പാൽ ദിവസവും ചുരത്തുന്ന പശുക്കളാണിത്. ഇത്തരം 10 എണ്ണമുണ്ടെങ്കിൽ ദിവസവും 400 ലിറ്റർ പാലായി. ഒരു ഭാഗത്ത് വെട്ടിയെടുത്ത പുല്ല് ബണ്ടിൽ ചെയ്തു വച്ചിരിക്കുന്നു. ചില കുന്നുകളിൽ പശുക്കൾ മേഞ്ഞു നടക്കുന്നുമുണ്ട്. ഒരു പശുവിന്റെ പോലും കഴുത്തിൽ കയറില്ല എന്നതാണ് ജർമ്മനിയിലും സ്വിറ്റ്സർലൻഡിലുമൊക്കെയുള്ള പ്രത്യേകത. ഗസ്റ്റ് ഹൗസുകളും ഒറ്റപ്പെട്ട സമ്പന്ന ഗൃഹങ്ങളും കർഷക ഗൃഹങ്ങളും കുന്നിൻ ചെരുവിൽ അങ്ങിങ്ങായി കാണാം. ഇതാണ് ബവേറിയൻ ആൽപ്സിന്റെ ചെരുവുകളിലെ വീടുകളുടെ നിർമ്മാണ ശൈലി. പരമ്പരാഗതമായ ആ ശൈലി വിട്ട് ആരും കോൺക്രീറ്റ് പെട്ടികൾ പണിയുന്നില്ല. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വീടുകൾ. എല്ലാ വീടിന്റെ തൊടികളിലും പശുക്കളുണ്ട്. വീടുകൾ പണിതിരിക്കുന്ന സ്ഥലവും അതിന്റെ പശ്ചാത്തലവും വീടുകളുടെ രൂപവുമെല്ലാം ചേർന്ന് പ്രത്യേകമായൊരു ഫീലാണ് സമ്മാനിക്കുന്നത്. ഇല പൊഴിക്കാൻ ഒരുങ്ങി നിറം മാറി വരുന്ന മരങ്ങൾ. ഇക്കാണുന്നത് മറ്റൊരു ഹോം സ്റ്റേ ആണ്. ഗസ്റ്റ് ഹൗസ് എൽവിറ എന്നു പേര്. അവിടെ നിന്നും ആളുകൾ പുറത്തിറങ്ങി പുൽക്കുന്നിനിടയിലൂടെ നടക്കുന്നു. ഇങ്ങനെ ഈ താഴ്വാരത്താകെ കുറെ വീടുകളും ഗസ്റ്റ് ഹൗസുകളുമുണ്ട്. അതിനുമപ്പുറം പശ്ചാത്തലമൊരുക്കി മലമുടികൾ. ആൽപ്സ് പർവ്വതനിരയാണത്. അതിന്റെ താഴ്വാരത്തെ ഭൂപ്രദേശം അതിസുന്ദരം തന്നെ. ഇവിടെയൊക്കെ വന്ന് താമസിക്കാനും കുറച്ചു ദിവസങ്ങൾ വിശ്രമജീവിതം നയിക്കാനും ആഗ്രഹിക്കാത്തവരായി ആരുണ്ടാകും? ഇതൊക്കെ തന്നെയാണ് ജർമ്മനിയുടെയും സ്വിറ്റ്സർലൻഡിന്റെയും ടൂറിസത്തിന്റെ നട്ടെല്ല്. പ്രകൃതി ഭംഗിയോടെ പരിപാലിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ പ്രകൃതി ആകസ്മികമായി ഉണ്ടാകുന്നതല്ല. പുല്ല് വെട്ടിയൊരുക്കി മനുഷ്യാധ്വാനം കൊണ്ടാണ് ഈ പുൽമേട് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഓരോ സ്ക്വയർ ഇഞ്ച് സ്ഥലവും ഇങ്ങനെ മനുഷ്യാധ്വാനം കൊണ്ട് ഒരുക്കിയെടുക്കുന്നത് തന്നെയാണ്. ഒരു രാജ്യം മൊത്തം ഇങ്ങനെ ഒരുക്കിയെടുക്കുന്നു എന്നതാണ് പ്രത്യേകത. നമുക്ക് ഒരു ചെറിയ പ്രദേശം പോലും ഈ വിധം സൗന്ദര്യവൽക്കരിക്കാൻ കഴിയുന്നുമില്ല. വൈദ്യുതി ഉൽപാദനത്തിനായി ഇവരെല്ലാം ഭാഗികമായി സോളാർ പാനലുകളെ ആശ്രയിക്കുന്നു.
പല കെട്ടിടങ്ങളുടെയും മുകളിൽ സോളാർ പാനലുകളുണ്ട്. ബിനു കാറുമായി എത്തി. ബിനുവിന്റെ കൂടെ ഇങ്ങനെയൊരു കാറിൽ വന്നതുകൊണ്ടാണ് ഇത്തരം ഗ്രാമങ്ങളിൽ ഇറങ്ങാനും ദൃശ്യങ്ങൾ പകർത്തിയെടുക്കാനും സാധിച്ചത്. മറ്റു ടൂർ സംഘങ്ങളോടൊപ്പം സഞ്ചരിക്കുകയോ ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുകയോ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഉൾഗ്രാമങ്ങളിലൊന്നും ചെന്നെത്താനാവില്ല. ഇക്കാണുന്നതെല്ലാം ടൂറിസ്റ്റുകളാണ്. സൈക്ലിങ്ങിന് പോയവരും പ്രകൃതിയുടെ സ്വച്ഛത നുകരാൻ മരങ്ങൾക്കിടയിലൂടെ നടക്കുന്നവരുമെല്ലാമുണ്ട് ഗ്രാമത്തിൽ. ശുദ്ധവായുവും നൈർമല്യവുമുള്ള ഗ്രാമങ്ങൾ. ബവേറിയൻ ആൽപ്സിന്റെ ചെരുവിലെ ആ ഗ്രാമങ്ങളിലൂടെ, വനസമാനമായ പ്രകൃതിയിലൂടെ ഞങ്ങൾ സഞ്ചാരം തുടർന്നു.